ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 93-ാം എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സത്കീർത്തനങ്ങളായ സങ്കീർത്തനങ്ങൾ പഠിക്കുവാനും ധ്യാനിക്കുവാനും കിട്ടുന്ന ഓരോ അവസരവും ഭാഗ്യമേറിയതാണ്. ലളിതവും സുവ്യക്തവുമായ ചിന്താധാരകളോടെ ഒരു മനുഷ്യൻ്റെ ആത്മീയവും ഭൗതികവുമായ ചിന്താധാരകളെ പ്രോജ്വലിപ്പിക്കുവാൻ സങ്കീർത്തന പഠനം ഹേതുവാകുമെന്നുള്ളത് ഉറച്ച ഒരു സംഗതിയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിവിധ സങ്കീർത്തനങ്ങളിലൂടെ ആത്മീകമായൊരു തീർത്ഥയാത്ര നമ്മൾ നടത്തുകയായിരുന്നു. നമ്മൾ പലപ്പോഴും ഓർപ്പിച്ചതുപോലെ സങ്കീർത്തനങ്ങളിൽ ഒരു ഭക്തൻ്റെ ഭക്തിയുടെ പൂർണ്ണമായ നിറവ് മാത്രമല്ല, പരാതികളും പരിഭവങ്ങളുമൊക്കെയുള്ള നമ്മെപ്പോലെ പരാതി പറയുന്ന അനുഭവങ്ങളൊക്കെയുണ്ട്. പക്ഷേ അതിനൊക്കെയുള്ള മറുപടികൾ, അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ, ഇതിനാലൊക്കെ നിറഞ്ഞ ഒരു ആത്മീക സംഹിതയാണ് സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ പരാതികൾക്ക് ദൈവം നൽകുന്ന മറുപടി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ പരാതികൾ മാത്രം ഉയർത്തുന്നു, സർവേശ്വരൻ്റെ കരുണയെക്കുറിച്ച് പറയുന്നില്ല. സങ്കീർത്തനക്കാരുടെ പ്രത്യേകത, അവർ പരാതികളും പരിഭവങ്ങളും ഒക്കെ എത്രത്തോളം പറഞ്ഞാലും അതിനേക്കാളൊക്കെ ഉപരി ദൈവത്തിൻ്റെ കരുണ എത്രമാത്രമാണെന്ന് അവർ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ 25-ാം സങ്കീർത്തനം 8, 9, 10 വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഞാൻ വായിച്ച് സമർപ്പിക്കുകയാണ്. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ ഉടമ്പടിയും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. യഹോവയുടെ ഉടമ്പടിയും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ഇവിടെ 2 വ്യത്യസ്തതകളുടേതായിട്ടുള്ള ആശയങ്ങളാണ് പറയുന്നത്. നല്ലവനും നേരുള്ളവനുമാകുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നു. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മ ചെയ്യുന്നവൻ, പ്രവർത്തിക്കുന്നവന് നന്മയുടെ ഫലം ലഭിക്കുമെന്ന്, നീതിമാന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളുമൊക്കെ ഉപരിയായി മറ്റൊരു ക്രൈസ്തവ സാക്ഷ്യം, ക്രൈസ്റ്റ് ഓറിയൻറ്റഡ് തിയോളജി സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. എന്തുകൊണ്ടാണ് പറയാത്തത്? നല്ലവനും നേരുള്ളവനുമായ യഹോവ നല്ലവർക്ക് നേർവഴി കാണിക്കുന്നു എന്ന് പറയാതെ പാപികൾക്ക് നേർവഴി കാണിക്കുന്നു എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ സ്നേഹം കാലാതീതമാണ്. ദൈവം എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളവനല്ല. പ്രാർത്ഥിക്കുന്നവനും ഭക്തിയിൽ ജീവിക്കുന്നവനും മാത്രമാണ് കർത്താവിൻ്റെ ക്രൂശ് മരണം കൊണ്ട് രക്ഷയെന്ന് എവിടെയും പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ രക്ഷണ്യ സുവിശേഷം, ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തത്താലുള്ള ആവാസം, അത് എല്ലാവർക്കുമുള്ളതാണ്, എല്ലാ മനുഷ്യജാതിക്കുമുള്ളതാണ്, എല്ലാ വർഗത്തിനും വംശത്തിനുമുള്ളതാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവൻ നല്ലവനും നേരുള്ളവനുമാകുന്നു. ദൈവത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം അതാ. അവൻ പാപികളെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളുടെ വിവാഹ കുദാശയിൽ ആവർത്തിച്ചു പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ദൈവം. അതേ എൻ്റെ പ്രിയമുള്ളവരെ, പാപികളെ വെറുക്കാൻ ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പാടുന്ന പാട്ട്,
ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി ലോകെ വന്നു നിത്യരക്ഷ നൽകുവാൻ. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി ലോകത്തിൽ വന്ന് രക്ഷ നൽകിയതിനെക്കുറിച്ചാണ് പാടുന്നത്. ആ ഒരു സന്തോഷവും ആ സമാധാനവുമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഈ വേദവാക്യത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ റെലം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. നല്ലവനും നേരുള്ളവനുമായ യഹോവയ്ക്ക് പാപികളെ നേർവഴി കാണിക്കാൻ പറ്റുന്നു. ഇന്നൊരല്പം ഭക്തിയും അല്പം പ്രാർത്ഥനയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളിൽ പലരിൽ നിന്നും അകലും. ഒരു കൊച്ചു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതുവരെയുള്ള കൂട്ടുകാരെ വെറുക്കും. ഒരു വിവാഹമായി കഴിഞ്ഞാൽ പലരെയും വിളിക്കാൻ തയ്യാറാകത്തില്ല. ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് സ്വയം മാറും. ഇതൊരു സോഷ്യൽ ഏലിയനേഷൻ അല്ല, ഒരൊറ്റപ്പെടലല്ല. മനുഷ്യൻ അങ്ങനെ ആക്കി അങ്ങെടുക്കുക. എനിക്ക് വേണ്ട, എനിക്ക് ലോകത്തിൻ്റെ അനുഭവം വേണ്ട, ഇതുവരെ ഉള്ളതും ഒന്നും വേണ്ട. ക്രിസ്തുവിൽ പുതിയതാകുക എന്ന് പറയുന്ന അനുഭവം പോലും പഴയതിനെയൊക്കെ വെറുത്ത് മുൻപോട്ട് പോകാനല്ല. ഇതാ പഴയത് കടന്നുപോയി പുതിയത് ആയി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ലവരോടും നിർമ്മലന്മാരോടും ഒപ്പം മാത്രം ജീവിക്കാനുള്ള ഒരു അനുഭവമല്ല. നീ നല്ലവനായാൽ, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായാൽ, നിന്നോടൊപ്പം ജീവിതം നശിച്ചുകൊണ്ടിരുന്ന, ഇനി നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവരെ പോലും വീണ്ടെടുക്കണം. അതാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി ആയിക്കഴിഞ്ഞാലുള്ള ഒരു അനുഭവം ശപിക്കുകയും നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നവരെ കൂട്ടം കൂടി ആക്രമിക്കാൻ പോകത്തില്ല, വെറുക്കാൻ പോകത്തില്ല. നമ്മളുടെ നന്മയ്ക്ക് നമ്മളെക്കാൾ മുൻപ് എത്തിച്ചേരുമെന്ന് നമ്മൾ പേടിക്കുന്ന ചിലരുണ്ട്. അവരുടെ നന്മയെ തടയാൻ പോകത്തില്ല. ഇവിടെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഓർത്തോണം, നല്ലവനും നേരുള്ളവനും പാപികളെ നേർവഴി കാണിക്കുന്നവനും. അപ്പോൾ പാപികളെ നേർവഴി കാണിക്കുക എന്ന് വെച്ചാൽ ഞാൻ മാത്രം രക്ഷപ്പെടണമെന്നല്ല, എന്നോടൊപ്പം ബാക്കിയുള്ളവരും രക്ഷപ്പെടണം. നമ്മൾ ഒറ്റയ്ക്ക് പാട്ടും പാടി കൈയുമടിച്ച് സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളതല്ല ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ ദൗത്യം. നമ്മളുടെ ഒരാളുടെ സ്വരം കേൾക്കുന്നതിനേക്കാളും ദൈവത്തിനിഷ്ടം ചിലപ്പോൾ നമ്മളോടൊപ്പമുള്ള പലരുടെയും സ്വരം കേൾക്കുവാനാണ്, ഒരു കൂട്ടത്തിൻ്റെ സ്വരം കേൾക്കുവാനാണ്. ചില മനുഷ്യരുണ്ട് സ്വന്തമായി നന്മയിൽ ജീവിച്ചിട്ടുണ്ട്, പക്ഷേ അവരുടെ പ്രവർത്തനം കൊണ്ട് ആരെയും രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അവർ നന്മയിൽ ജീവിച്ചു. പക്ഷേ ഒരു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് അവരോടൊപ്പം മറ്റാരെങ്കിലും കൂടി കടന്നു ചെല്ലുന്നതാണ്. അവരുടെ ഒരു തുടർച്ചയുണ്ടാകണം. ചില വീടുകളിലുണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അവർ മരിച്ചുപോയി. അവർ മരിച്ചു പോയതോടുകൂടി സന്ധ്യാപ്രാർത്ഥനയില്ല, പ്രഭാത പ്രാർത്ഥനയില്ല, പള്ളിയിൽ പോക്കില്ല, നന്മ ചെയ്യുന്നില്ല. അതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ നന്മകളും മുടങ്ങി. അതിൻ്റെ അർത്ഥം തലമുറ അതിൻ്റെ സുഗന്ധവും മാധുര്യവും ഏറ്റെടുത്തിട്ടില്ല. തലമുറയ്ക്ക് നേർവഴി എന്തെന്ന് ശരിയായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവർ നശിച്ചു പോകുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ചോണം, പല കുടുംബങ്ങളിലും ഇന്ന് സംഭവിച്ചേക്കുന്ന ഒരു വലിയൊരു അപജയമാണ്. നന്മ ചെയ്യുന്നതിലും ദൈവത്തെ സാക്ഷിക്കുന്നതിലും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും പലരും പിന്നാക്കം പോയിട്ടുണ്ട്. ചില മനുഷ്യരെക്കുറിച്ച് നമ്മൾ പറയത്തില്ലയോ, അയ്യോ നിൻ്റെ വല്യപ്പൻ എത്രയോ നല്ല മനുഷ്യനായിരുന്നടാ, നിൻ്റെ അപ്പൻ എത്രയോ പേരെ കരുതിയിട്ടുള്ളവനായിരുന്നടാ, നിനക്കെന്താ പറ്റാതെ പോകുന്നത്? ഈ ചോദ്യം കേൾക്കാത്തവരായിട്ട് ഇന്ന് വളരെ ചുരുക്കം പേരേ ഉള്ളൂ. കാരണം അവരെയൊക്കെ ലോകം ഒത്തിരി പറ്റിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവരൊന്നും വീണു പോയിട്ടില്ല. പക്ഷേ അവരുടെ ആ ആത്മസത്തയുടെ അനുഭവം ഏറ്റെടുക്കുവാൻ പിൻതലമുറയ്ക്ക് സാധിച്ചിട്ടില്ല. അത് സാധിക്കുവാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ നല്ലവനാണ്, നേരുള്ളവനാണ്. നമ്മൾ സത്യത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ഒക്കെ മുൻവാക്യങ്ങളിൽ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നവനാണ്. ഒരു പാപിയെ എങ്ങനെ നേർവഴി കാണിക്കാൻ പറ്റും? ദൈവം പാപിയെ നേർവഴി കാണിക്കുന്നവനാണെന്ന് പറഞ്ഞു. പാപി ദൈവത്തെ അറിയാത്തവൻ ഓടുന്നതൊക്കെ അവൻ്റെ വഴുത്താരയിലൂടെയാണ്. അവനെ പെട്ടെന്നൊന്നും തിരുത്താൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പാതയിൽ നിന്ന് അവനെ നീ അവൾക്കൂടെ അല്ല പോകണ്ടേന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവൻ വിശ്വസിക്കത്തില്ല. അവൻ പഠിച്ചതും പാടിയതുമായ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ പഠിച്ചതേ പാടൂ എന്ന് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. പാപിയെ നേർവഴി കാണിക്കുന്നു. പാപിയെ നേർവഴി കാണിക്കുക എന്നുള്ള ആ ഒരു സംഹിതയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ക്രൂശിന്മേൽ മരിച്ചത്, കൊലമരം ചുമന്നത്, അതികഠിനമായ വേദനകൾ ഏറ്റുവാങ്ങിയത്, വൈക്കേറിയസ് സഫറിങ്സ് കർത്താവ് ഏറ്റുവാങ്ങിയത് അതിനു വേണ്ടിയാണ്. ഒരാൾക്ക് പകരമുള്ള വേദനകളാണ് അവൻ ഏറ്റുവാങ്ങിയത്, അവൻ്റെ പാപം കൊണ്ടല്ല, പാപിയെ നേർവഴി കാണിക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, അതിൻ്റെ അർത്ഥം പാപിയെ നേർവഴി കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം കൂടി നമ്മൾ ഓർത്തോണം.
ഒരു പാപിയും പാപത്തിൽ മരിക്കേണ്ടവനല്ല. യെഹെസ്കേൽ പ്രവാചകൻ പഠിപ്പിക്കുന്നത് പോലെ യഹോവ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് പറയുമ്പോൾ നീ അവനോടത് പറയണം. നീ അത് പറഞ്ഞില്ലെങ്കിൽ പാപി തൻ്റെ പാപത്തിൽ മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. യഹോവ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് പറയുമ്പോൾ, നീ രൂപാന്തരപ്പെടണമെന്ന് പറയുമ്പോൾ, നീതിമാനെന്ന് നടിക്കുന്ന, പ്രവാചകനെന്ന് നടിക്കുന്ന നീ പറഞ്ഞു, എൻ്റെ കൽപ്പന കേട്ട് പറഞ്ഞു, എന്നിട്ടും അവൻ രൂപാന്തരപ്പെട്ടില്ല. പാപി തൻ്റെ പാപത്തിൽ മരിക്കും. അന്നേരവും പാപി പാപത്തിൽ മരിക്കും. പക്ഷേ അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. നിന്നോടല്ല, അവൻ്റെ മേൽ തന്നെ ഇരിക്കും. കാരണം നീ അവനോട് പറഞ്ഞു, നീ പാപം ചെയ്യരുത്, തെറ്റാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നീ രൂപാന്തരപ്പെട്ടോണോ എന്ന് പറഞ്ഞിട്ടും രക്ഷപ്പെട്ടില്ലെങ്കിൽ അവൻ അവൻ്റെ പാപത്തിൽ മരിച്ചാൽ അവൻ്റെ തലയിൽ തന്നെ ഇരിക്കും. ഉപദേശകനായ നിനക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് ഒരു പാപിയും പാപത്തിൽ മരിക്കേണ്ടവനല്ല. നിത്യപാപി, നിത്യനീതിമാൻ എന്നുള്ള കൺസെപ്റ്റ് വേദപുസ്തകത്തിലില്ല. നിത്യധനികൻ, നിത്യദരിദ്രൻ എന്നുള്ള കൺസെപ്റ്റ് ലോകത്തിലുമില്ല. ലോകം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ചിലർ താഴെ പോകും, ചിലർ ഉയർന്നു വരും. നമ്മൾ തന്നെ ആലോചിച്ചോണം, ഷെയർ മാർക്കറ്റിൽ ഉണ്ടാകുന്നതിനേക്കാളും ഒരു വലിയ സ്പീഡാണ് അവിടെയുള്ളത്. ചിലപ്പോൾ നമ്മുടെയൊക്കെ മൂല്യം കുറയും, ചിലപ്പോൾ മൂല്യം കുറഞ്ഞവരായിട്ടിരിക്കുന്ന നമുക്ക് പെട്ടെന്നായിരിക്കും മൂല്യം കൂടുന്നത്. അങ്ങനെയൊക്കെയുള്ള തലങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. നമ്മളിതെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലരെയും സമ്പന്നരായി കണ്ടിട്ടുണ്ട്, തലമുറയെ സമ്പന്നരായി കണ്ടില്ല. ചിലരെ ദരിദ്രരായി കണ്ടു, തലമുറയെ ദരിദ്രരായിട്ട് കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഓർത്തോണം, പാപിക്ക് നേർവഴി കാണിക്കുന്ന ദൈവം നമ്മളോട് ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പാപിയും നഷ്ടപ്പെട്ടു പോകല്ല. അവനെ എങ്ങനെങ്കിലും വീണ്ടെടുക്കണം. അവൻ മുടിഞ്ഞ് നശിച്ച് കുത്തുപാളയെടുത്ത് പോകുന്നവനാണെങ്കിലും അവനൊരു വഴി കാണിച്ചു കൊടുക്കണം. ചിലർക്ക് നമ്മളൊരു കാര്യം ചെയ്താൽ മതി, ഒരു കൊച്ചു വഴി തുറന്നു കൊടുത്താൽ മതി, അവൻ രക്ഷപ്പെട്ടു പോകും. മദ്യപിച്ച് കൂത്താടി നടക്കുന്ന ഒരു മനുഷ്യൻ, മയക്കുമരുന്നിന് അടിപ്പെട്ട മനുഷ്യൻ, അവനെ ആ സമയത്തൊരു പക്ഷേ സുവിശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലോ വല്ലതും നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ, ആ ഒരു പ്രതിസന്ധിയുടെ സമയം അവൻ അതിജീവിച്ചു കഴിഞ്ഞാൽ അവൻ നാളെ തൊട്ട് വേറൊരു തലത്തിലായിരിക്കും. ഇന്നവന് സൂയിസൈഡ് ചെയ്യണമെന്ന് താല്പര്യം കാണും, മറ്റുള്ളവരെ കൊല്ലണമെന്ന് താല്പര്യം കാണും, കുഞ്ഞുങ്ങളെ നശിപ്പിക്കണമെന്ന് താല്പര്യം കാണും, കൊച്ചു പിള്ളേരോട് മോശമായി ഇടപെടണമെന്ന് താല്പര്യം കാണും. പക്ഷേ അവനെ ആ സാഹചര്യത്തിൽ നിന്നൊന്ന് മാറ്റുക, ഒരു നേർവഴി കാണിച്ചു കൊടുക്കുക. ഈ നേർവഴി എന്ന് വെച്ചാൽ ഭൗതികമായ അനുഭവം കൂടിയാണ്. അവന് രക്ഷയ്ക്കുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കുകയാണ്. കൂത്താടി നടക്കുന്നവനോട്, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമുണ്ടോ എന്ന് പറയുന്നത് പോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എത്രയോ കുടുംബങ്ങളെ നമുക്കറിയാം പ്രിയമുള്ളവരെ, നശിപ്പിക്കുന്ന കുടുംബങ്ങൾ. ഭാര്യയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവൾ നിസ്സഹായിയാണ്. കുഞ്ഞുങ്ങൾ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രുചിയോടെ ഒരുരുള്ള ചോറ് പോലും കഴിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും കാണാത്ത രീതിയിൽ പോകാൻ നമുക്ക് എങ്ങനെ പറ്റും? ജീവിത പങ്കാളിയെ കഠിനമായി ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ വഞ്ചിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവർക്കൊരു തിരിച്ചുവരവിനുള്ള മാർഗം നമ്മൾ കാണിച്ചു കൊടുക്കണം. ചിലപ്പോൾ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു ഭാര്യയെ കാണും. അവൾ അവളുടെ സന്തോഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, വരുമാനം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുമൂലം നശിച്ചു പോകുന്ന ഒരു ഭർത്താവ് കാണും. അതുമൂലം വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ കാണും. ചില സ്ത്രീകളുണ്ട്, 2-3 കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷമാണ് ചിലരോടൊപ്പം ഒളിച്ചോടി പോകുന്നത്. അവരുടെ വേദനയൊക്കെ ആരാ കാണുന്നത്? അങ്ങനെ ചതിക്കപ്പെടുവാനുള്ള ഒരു മാർഗമായി, ഒരുവൻ്റെ കുടുംബജീവിതത്തെ നശിപ്പിക്കുവാനുള്ള മാർഗമായി, ചാലകശക്തിയായി ഒരു ഫോൺ കോളിലൂടെയോ ഒരു ചാറ്റിങ്ങിലൂടെയോ നമ്മളാരും ആയി തീരരുത്. കാരണം നേർവഴി കാണിക്കേണ്ടവരാ നമ്മൾ. അങ്ങനെ നശിച്ചു പോയവരെയൊക്കെ അതിൽ നിന്ന് തിരിച്ചു വരുത്തണം. ഇത് കേൾക്കുന്നവരും ഹൃദയം കൊണ്ട് പശ്ചാത്താപത്തോട് ഓർത്തോണം, എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു അവസാനത്തെ അവസരമാണ്. ഇനി ഈ രീതിയിലോട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. നേർവഴി കാണിക്കാൻ അവസരമുണ്ടായിട്ടും അവസരം കിട്ടിയിട്ടും ഇനി ആരുമില്ലെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾ, നേർവഴി കാണിക്കുന്ന ഉപദേശങ്ങളും സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞോണം. എന്നിട്ട് എങ്ങനെയൊക്കെ മാറാമെന്ന് വെച്ചാൽ മാറിക്കോണം. പത്രമാധ്യമങ്ങളിലൂടെ ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ ഒത്തിരി നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരണം. അതുകൊണ്ട്
ആരുടെയും നാശത്തിൽ സന്തോഷിക്കാതെ പാപിയെ പാപിയെന്ന് മുദ്രകുത്തി ആ രീതിയിൽ പോകാതെ നമ്മൾ ആയിത്തീരണം. ദ സ്കാർലറ്റ് ലെറ്റർ എ എന്ന പ്രസിദ്ധമായൊരു ഇംഗ്ലീഷ് കൃതിയുണ്ട്. അതിൽ പറയുന്നത് വ്യഭിചാരത്തിലും മറ്റും പിടിക്കപ്പെടുന്നവർക്ക് കൊടുക്കപ്പെടുന്ന ഒരു മുദ്രയാണ് ദ സ്കാർലറ്റ് ലെറ്റർ എ. അങ്ങനെ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ സംഭവത്തെക്കുറിച്ച്, കഥയെക്കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് കൃതിയുണ്ട്. അതിൻ്റെ സത്യം എന്ന് പറയുന്നത് ആ പിടിക്കപ്പെട്ട സ്ത്രീയേക്കാളുപരി അതിനുവേണ്ടി അവളെ പ്രേരിപ്പിച്ചവൾ, അവരൊക്കെ നീതിമാന്മാരായിട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ അടുക്കൽ ഒരു വേശ്യാസ്ത്രീയെ കൊണ്ടുവരുന്നുണ്ട്. കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് പറഞ്ഞത്. കർത്താവ് കേട്ട ഭാവം നടിക്കാതെ ആ മണൽപ്പരപ്പിൽ കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ചിന്തകന്മാരും പിതാക്കന്മാരും പറയുന്നത് ആ സ്ത്രീയോടൊപ്പം ശയിക്കപ്പെട്ടവരായ വ്യക്തിത്വങ്ങളുടെ പേരുകൾ കർത്താവ് അവിടെ മണൽപ്പരപ്പിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് കർത്താവ് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. അവൾ എങ്ങനെ പാപിനിയായി തീർന്നു എന്നുള്ളൊരു അന്വേഷണമാണ്. അവൾ ഒറ്റയ്ക്ക് വേശ്യയാകത്തില്ല, അവൾ ഒറ്റയ്ക്ക് കൊളരുതാത്തവളാകത്തില്ല. അതിനുവേണ്ടി പ്രേരിപ്പിച്ചവരൊക്കെ ഉണ്ട്. അതിനുവേണ്ടി മറപ്പുരകൾ കെട്ടിയവരുണ്ട്, കിടക്ക വിരിച്ചവരുണ്ട്. അവരുപോലും ആണിപ്പോൾ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നത്. കർത്താവ് ആ ഒരു സംവിധാനത്തെയാണ് എതിർത്തത്. കരഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പാപം, പശ്ചാത്തപിച്ചാൽ തീരാം. പക്ഷെ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. അതികഠിനമാണ് അതിനുള്ള വില, നില ആ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ ഓർക്കണം. ശ്രീബുദ്ധൻ്റെ ശിഷ്യനെ പറ്റി ഒരു പ്രത്യേകമായൊരു കഥയുണ്ട്. വാസോദത്തയുമായി ബന്ധപ്പെട്ട്, ആനന്ദനുമായി ബന്ധപ്പെട്ട സുന്ദരനായ ബുദ്ധശിഷ്യൻ ഉപദേശങ്ങൾ കൊടുക്കുവാൻ വേണ്ടി ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ വേശ്യാവൃത്തിയിലും മറ്റും ജീവിച്ച് ധനാഢ്യയായി ജീവിച്ച് പ്രഭുകുമാരിയായി ജീവിച്ച വാസോദത്തയുടെ കഥ. അവള് ബുദ്ധശിഷ്യനെ സമീപിക്കുന്നു. അങ്ങ് എന്നോടൊപ്പം പാർക്കണം, ഇന്ന് എന്നോടൊപ്പം വരണം. ബുദ്ധശിഷ്യൻ അവളോട് പറഞ്ഞൊരു വാചകമുണ്ട്, അല്ലയോ സഹോദരി, ഞാൻ തീർച്ചയായും നിൻ്റെ അടുക്കൽ വരും, പക്ഷെ ഇന്നല്ല, നാളെ ഒരു കാലത്ത് ഞാൻ വരും. കാലങ്ങൾ കഴിഞ്ഞു പോയി. ബുദ്ധശിഷ്യൻ വീണ്ടും അവിടെ ആ സ്ഥലത്തെത്തി. ആ സമയത്ത് അവളുടെ സൗന്ദര്യം പോയി, സമ്പത്ത് പോയി, മാരകമായ അസുഖം ബാധിച്ച് വാസോദത്ത ഒരു ഒഴിഞ്ഞ കോണിൽ ഒരു ചെറിയ ഷെഡിൽ കഴിയുക. ആരും അവളെ നോക്കാനില്ല, പട്ടിണിയാണ്. വ്രണങ്ങളൊക്കെ ഒത്തിരിയുണ്ട്, വ്രണങ്ങളിൽ ഈച്ച അരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ബുദ്ധശിഷ്യൻ അവിടെ ചെന്ന് അവളെ ശുശ്രൂഷിച്ചതായിട്ട് പറയുന്നു. പ്രിയമുള്ളവരെ, പാപികൾക്ക് നേർവഴി കാണിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമല്ല. ഇവിടെ പറയുന്ന ഒരു വാചകം ഓർത്തോണം, എൻ്റെ ദൈവം നല്ലവനും നേരുള്ളവനുമാകുന്നു. എൻ്റെ ദൈവം നല്ലവനും നേരുള്ളവനുമാണെങ്കിലും അവന് പാപിയോട് ഒത്തിരി ഇഷ്ടമുണ്ട്. അവൻ കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുൻപിലൊക്കെ നശിച്ച് നാറാണക്കല്ലായി ഓടി നടക്കുന്നവരെ കാണുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കണം. നാളെ അവൻ സമൂഹത്തിന് ചെയ്യുന്ന നന്മയെക്കുറിച്ച് ഓർക്കണം. നമ്മൾ അവനെ രക്ഷിക്കാതിരുന്നാൽ ആ നശിച്ചു പോകുന്നവൻ രക്ഷിക്കപ്പെട്ട് ഒരു വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മാർഗം നമ്മൾ നിത്യമായി അടച്ചു കളയുകയാണ്. അങ്ങനെ അടച്ചു കളയുവാനിടയാകരുത്. അവൻ രക്ഷപ്പെടണം. വീണ്ടും നമ്മൾ വായിക്കുന്നു, സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാ, ഭൂമി അവകാശമായി അനുഭവിക്കുന്നവരവർ, ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നവരവർ. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. പാപികളെ നേർവഴി കാണിക്കുന്ന ദൈവത്തിൻ്റെ പ്രമാണത്തെപ്പറ്റി പറഞ്ഞതിന് ശേഷം ഒരു ഡിവൈൻ ഹ്യൂമിലിറ്റിയെപ്പറ്റി പറയുകയാണ്, സൗമ്യതയെക്കുറിച്ച് പറയുകയാണ്. അവൻ അവരെ ന്യായത്തിൽ നടത്തി തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. സൗമ്യതയുള്ളവരെ ദൈവം എങ്ങനെയാണ് ന്യായത്തിൽ നടത്തുന്നത്? ദൈവത്തിൻ്റെ ന്യായം ഏതാണ്? പ്രിയമുള്ളവരെ, സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും. സൗമ്യതയുള്ളവർക്ക് മാത്രമേ ഭൂമിയിൽ സ്ഥിരമായി നിൽക്കാൻ പറ്റത്തുള്ളൂ. അഹങ്കാരികളുടെ ഇടയിൽ, അത്യുച്ചത്തിൽ അട്ടഹസിക്കുന്നവരുടെ ഇടയിൽ സൗമ്യതയോടെയുള്ള ഒരു വാചകം എത്ര ശ്രദ്ധേയമാണെന്നറിയാമോ? നമ്മളൊക്കെ ഇടപെടുന്ന മേഖലയിൽ ശാന്തമായൊരു വാചകം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആ സമൂഹത്തിൽ മൊത്തം ഒരു മാറ്റമാണ് വരുന്നത്. സൗമ്യതയോടെ നമ്മളൊന്ന് പുഞ്ചിരിച്ചു നോക്കിക്കേ, എത്ര പേര് സന്തുഷ്ടരായിത്തീരും.
നമ്മളൊക്കെ ചില ഭവനങ്ങളിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ലെന്ന് വരും. ചെല്ലുന്ന മേഖലകളിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ന്യായം നടന്നില്ലെന്ന് വരും. നമ്മൾ ദേഷ്യപ്പെടാറില്ലേ? എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു സ്നേഹിതൻ്റെ കുഞ്ഞിൻ്റെ വീട്ടിലൊരു കുഞ്ഞിനുമായിട്ട് ബന്ധപ്പെട്ടൊരു സന്തോഷാനുഭവത്തിന് വേണ്ടി ഞാൻ പോയി. കുടുംബമായിട്ട് അവരുണ്ട്. എന്നെ നേരത്തെ ക്ഷണിച്ചതാണ്. കുഞ്ഞുങ്ങളും ആ കുടുംബത്തിലെ മാതാപിതാക്കളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ചെന്ന സമയത്ത് ഗ്രഹനായകൻ നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ട്. മദ്യപിച്ചെങ്കിലും പുറത്ത് കാണിക്കാതെ ആ മനുഷ്യൻ പുഞ്ചിരിയോടൊക്കെ നിൽക്കുകയാണ്. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. 2 ഓപ്ഷനുണ്ട്. ഒരു പ്രധാനപ്പെട്ട സന്തോഷത്തിന് വിളിച്ചതാണ്. മദ്യപിച്ചു എന്ന് പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഇറിറ്റേറ്റഡായിട്ട് വേണേൽ പോകാം. ഒന്നും നടിച്ചില്ല. അവരുടെ സന്തോഷം കളയണ്ട. ആ സമയത്ത് നമ്മൾ ദേഷ്യത്തോടെ വിഷമത്തോടെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് മദ്യപിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ച് ഇറങ്ങിപ്പോയാൽ ആ കുടുംബത്തിൻ്റെ സമാധാനം മൊത്തം പോകും, സന്തോഷം മൊത്തം പോകും. അറിഞ്ഞ ഭാവം നടിച്ചില്ല. അതിൽ പങ്കാളിയായി സന്തോഷത്തോടെ തിരിച്ചു പോന്നു. സ്നേഹത്തോടെയുള്ള ഉപദേശം രഹസ്യമായി ആ മനുഷ്യന് നൽകുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. സൗമ്യതയുള്ളവരെ അവൻ തൻ്റെ ന്യായത്തിൽ നടത്തും. നമ്മൾക്കൊന്നും യഥാർത്ഥത്തിൽ ദൈവിക സൗമ്യത പ്രാപിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മളുടെയൊക്കെ സത്തയിലേക്ക്, നമ്മളുടെയൊക്കെ സെൽഫിലേക്കൊന്ന് തൊട്ട് നോക്കണം. അന്നേരം അറിയാം സൗമ്യതയുണ്ടോ എന്ന്. നമ്മളെ ബാധിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കളിയാക്കിയൊക്കെ പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. എന്നാൽ നമ്മളെ ബാധിക്കുന്ന, നമുക്ക് നൊമ്പരമുണ്ടാക്കുന്ന, നമ്മളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കോപാക്രാന്തരാകും, ആക്രോശിക്കും. സൗമ്യതയൊക്കെ നമ്മൾ ഒളിച്ചു വയ്ക്കും. അതൊക്കെ എവിടെയോ പോയി മറയും. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തും. തൻ്റെ വഴി അവർക്ക് കാണിച്ചു കൊടുക്കും. ജീവിതത്തിൽ നമുക്കൊക്കെ അല്പസമയങ്ങൾ മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. 50-60 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു ശരാശരി എത്ര വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കും? 80-90 കൂട്ടിക്കോ, അല്ലെങ്കിൽ 70 കൂട്ടിക്കോ. ഇനിയും 10 വർഷമേ നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ 365 ദിവസത്തെ 10 വർഷം കൊണ്ട് ഗുണിച്ച് നോക്കിക്കും. എത്ര ദിവസങ്ങളുണ്ട്? മറ്റുള്ളവരുടെ മനസ്സിലൊക്കെ നമ്മൾ ജീവിക്കണം. ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ ജീവിക്കുന്നവർ ഒത്തിരി മിടുക്കന്മാരോ ഒത്തിരി സമർത്ഥരോ ഒത്തിരി പണ്ഡിതന്മാരോ ഒന്നുമല്ല. ശാന്തരും സൗമ്യരുമായിട്ടുള്ള മനുഷ്യരൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ട്. ശാന്തതയുള്ളിടത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകത്തുള്ളൂ പ്രിയമുള്ളവരെ. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ ഒരു സൗമ്യത ഉണ്ടാകണം. ഭർത്താവ് ഭാര്യയോടും മക്കളോടും സംസാരിക്കുമ്പോഴും ആ സൗമ്യത ഉണ്ടാകണം. ജോലിസ്ഥലത്ത് ആ ഓഫീസിലെ പ്രധാനപ്പെട്ടയാൾ ആരാണോ അദ്ദേഹത്തിനും സൗമ്യതയും ശാന്തതയും ഉണ്ടാകണം. പരസ്പരം സൗമ്യത ഉണ്ടാകണം. എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ തലയിൽ കടിച്ചു കയറാൻ ചെല്ലരുത്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ, ക്യൂ നിൽക്കുമ്പോൾ, ബിസിനസ് സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ ഒക്കെ സൗമ്യത ഉണ്ടാകണം. നമ്മൾ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ചെല്ലുന്നവർക്കും സൗമ്യത ഉണ്ടാകണം. അഹങ്കാരത്തോടെയുള്ള വാക്കുകൾ പറയരുത്. ഫോണിൽ സംസാരിക്കുമ്പോഴും ആ സൗമ്യതയുടെ സ്വരം ഉണ്ടാകണം. കാരണം സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്ന കർത്താവുണ്ട്. സൗമ്യതയുള്ളവർ ഈ ലോകത്തെ അവകാശമായി അനുഭവിക്കും. മോശയെക്കുറിച്ച് പറയുന്നത്, പ്രവാചകനായ മോശയെക്കുറിച്ച് പറയുന്നത്, ലോകത്തിൽ മോശയെപ്പോലെ സൗമ്യരായിട്ട് ആരുമില്ലായിരുന്നു. മോശ എന്ന മനുഷ്യനോ ഭൂമിയിലുള്ള എല്ലാവരിലും വലിയ സൗമ്യനായിരുന്നു. അതുകൊണ്ട് മോശയെക്കുറിച്ച് പറയുന്നത് മോശയെ അടക്കിയത് ദൈവമാണെന്നാണ് പറയുന്നത്. അതായത് മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ മോശയെ അടക്കിയത് ദൈവമാണെന്നാണ്. സർവേശ്വരൻ വന്ന് ഒരു സൃഷ്ടിയെ അടക്കുക എന്ന് വെച്ചാൽ അതെവിടെയാണ് കല്ലറയെന്ന് പോലും അറിയത്തില്ല. തന്നിൽ തന്നെ ലയിച്ചു ചേരുന്ന ഒരു അനുഭവം ദൈവം കൊടുക്കുകയാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയോടുകൂടി ഓർത്തോണം, എൻ്റെ ദൈവമേ, സൗമ്യതയുടെ പാട്ട് പാടുവാനിടയാകണം, സൗമ്യതയുടെ ശൈലി പിന്തുടരുവാനിടയാകണം, ശാന്തതയ്ക്കു വേണ്ടി നഷ്ടങ്ങൾ സഹിക്കുവാനിടയാകണം. നമ്മൾ ഒത്തിരി വാക്കുകൾ പറഞ്ഞതുകൊണ്ട് മിടുക്കന്മാരാകത്തില്ല. ഒത്തിരി പ്രസംഗിച്ചതുകൊണ്ട് പണ്ഡിതന്മാരാകത്തില്ല. ഉടക്കി സംസാരിച്ചതുകൊണ്ട് നമ്മുടെ ശബ്ദം നന്നാകണമെന്നില്ല.
സൗമ്യത വിട്ടതുകൊണ്ട് നമ്മൾ ഹീറോസായി രൂപപ്പെടുന്നില്ല. ഒറ്റ കാര്യം ഓർത്തോണം, ക്ഷമയിലൂടെയുള്ള, സഹനതയിലൂടെയുള്ള സൗമ്യത, നഷ്ടത്തിലുമുള്ള സൗമ്യത, വേദനയിലും പുഞ്ചിരിക്കുന്ന ഒരനുഭവം. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, പൂർണ്ണപ്രകാശം നൽകുകേ, ഭക്തിയിൽ പൂർണ്ണരാക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാതാപിതാക്കളായിരിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സൗമ്യമായി സംസാരിച്ചു നോക്കിക്കേ. അവർ പഠിക്കാത്തവരും അനുസരണം കെട്ടവരുമായിരിക്കാം. പക്ഷേ നിങ്ങൾ സൗമ്യമായി പുഞ്ചിരിയോടെ തോറ്റ കുഞ്ഞിനെ നോക്കി, കുഞ്ഞെ നീ വിജയിക്കും. നിങ്ങളോട് അനുസരണക്കേട് കാണിക്കുന്നവരെ നോക്കി സൗമ്യതയോടെയുള്ള ഒരു തുള്ളി കണ്ണുനീരാണ് നിങ്ങൾ ഒഴുക്കുന്നതെങ്കിൽ അവൻ സൗമ്യതയുടെ വലിയ പാഠം പഠിക്കും. അമ്മയിൽ നിന്ന്, അപ്പനിൽ നിന്ന്, മുതിർന്നവരിൽ നിന്ന് പഠിക്കും, ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കും. സൗമ്യതയില്ലാത്ത ഗുരുവും മാതാവും പിതാവും ആത്മീക പിതാവും ദൈവത്തെ അല്ല സാക്ഷിക്കുന്നുവെന്ന് ഓർത്തുകൊള്ളണം. 25-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ കൂടുതൽ ധ്യാനിക്കുവാനും പഠിക്കുവാനും ജീവിതത്തിൻ്റെ നന്മകൾ പിന്തുടരുവാനുമുള്ള മാർഗമായി തീരട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.